മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. പെരുന്നാൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. പോരാത്തതിന് എനിക്ക് നല്ല പനിയും ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയിട്ട് നേരെ ആവി പിടിക്കാനാണ് പോയത്. ചെറിയൊരു ജലദോഷപ്പനിയാണ്, പക്ഷെ മൊത്തത്തിലൊരു തളർച്ച. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പനിയൊക്കെ ആയിട്ട് ആവി പിടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ പിസ്സ കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കണത്. പിന്നെ ഒന്നും നോക്കിയില്ല. അതാണ് ഇന്നത്തെ ബിസിയുടെ മുഴുവൻ കാരണം. അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പഠിക്കാനായിട്ട് ഇരുന്നിട്ടാണ്. പോരാത്തതിന് എനിക്കിപ്പോൾ സെം എക്സാമാണ്. അതുകൊണ്ടാണ് ഈ പഠനം. സെം എക്സാം മാത്രം വരുമ്പോൾ നമ്മളിൽ ചിലരൊക്കെ ഒരു പ്രത്യേകതരം പഠനത്തിന് ഇരിക്കുമല്ലോ. അതാണ് നിങ്ങളീ കാണുന്നത്. പോരാത്തതിന് ഞങ്ങൾക്കൊരു എക്സാം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാനും ടൈമുണ്ട്, കൂടുതൽ ഉഴപ്പാനും ടൈമുണ്ട്. ഞാൻ ഏറ്റവും ഈസി ആയിട്ട് പഠിച്ച എക്സാമാണ് കേട്ടോ ഈ 4th സെം. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പറേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ ഒരു തലേ ദിവസം വന്നിട്ട് ഓരോ പേജിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കണത്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് നേരത്തെ പഠനത്തിന് ശേഷം ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു മാങ്ങ കഴിക്കാനൊരു പൂതി വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ മാങ്ങയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിനകത്ത് വലിയ മാങ്ങയാണ്. പോരാത്തൊരു ഭയങ്കര പുളിയാണ്. നമുക്ക് അച്ചാറിടാനൊക്കെ നല്ലതാണ്, വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നൊരു മാങ്ങ പറിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരോ ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെഡി ആവാമെന്ന് വിചാരിച്ചു. 10 ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ നമ്മൾ റെഡി ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കണത്. അങ്ങനെ റെഡിയായി നേരെ ഇറങ്ങി. വെയിലായതുകൊണ്ട് തന്നെ പിന്നെ നടക്കാമെന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ സ്റ്റോപ്പിൽ വന്ന് നിന്നു. നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ റോട്ടിൽ ഒറ്റ വണ്ടികളൊന്നുമില്ല, അതുപോലെ തന്നെ ആൾക്കാരും ഇല്ല. നമ്മൾ കുറേ നേരം പോസ്റ്റ് അടിച്ച് അവിടെ തന്നെ നിന്നു. ആൻഡ് ഫൈനലി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നിട്ടാണ്. ബസ്സിൽ ഇന്ന് കുറച്ച് നേരം പോസ്റ്റ് അടിച്ചപ്പോഴത്തേക്കും ഇന്ന് നമ്മളെ പിസ്സ കഴിക്കാൻ വിളിച്ച ആൾ വന്നിട്ടുണ്ട്. ആൻഡ് ഷീസ് ദിസ്. ആളുടെ വീട് പൊന്നാനിയാണ്, ആളിവിടെ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാമെന്ന് ഇങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കണമായിട്ട് ബാക്കിൽ ചേച്ചി നോക്കി ചിരിക്കുന്നുണ്ട്. ഈ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എൻ്റെ വക ഒരു ഹായ്. അതിനകത്തായിട്ട് സ്റ്റുഡിയോ പോയിട്ട് നമ്മൾ ഒന്നും മേടിക്കാനൊന്നും ഉണ്ടായില്ല, വെറുതെ പോയതാ. കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി പിസ്സ കഴിക്കാനായിട്ട് നമ്മൾ ഡൊമിനോസിലേക്കാണ് പോയത്. അങ്ങനെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. ഒരു 5-6 മിനിറ്റ് തന്നെ നടക്കാനുണ്ടായിട്ട് അവിടേക്ക്. അങ്ങനെ നടന്ന് ഫൈനലി ഇവിടെ എത്തി. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായി, ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പേസൊക്കെ ഉണ്ടായി. നമ്മൾ അതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ കണ്ടോക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനൊടുവിൽ നമ്മുടെ ഫുഡ് എത്തി. ഫുഡ് കൊള്ളായിരുന്നു. ഒരു ബാർബിക്യൂ ചിക്കൻ പിസ്സയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവളുടെ വാക്ക് കേട്ടില്ല. നമ്മൾ അടുത്തത് ഒരു കേക്ക് കഴിക്കാനാണ് പോയത്. ഇനിയും കുറച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തില്ല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. അങ്ങനെ അവിടെ എത്തി. പേഴ്സണലി ഞാൻ ഈ കഴിച്ച കേക്ക് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ പൊതുവേ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാണ് എനിക്കിഷ്ടം. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മേടിച്ചിട്ട കേസ്. 180 രൂപയാണ് ജ്യൂസിനായത്, നിങ്ങൾ ഓർക്കണം. ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. അങ്ങനെ ആ കുപ്പിയായിട്ട് നമ്മൾ വീട്ടിൽ പോയി. അതൊരു ഗ്ലാസിൻ്റെ ജാറായിരുന്നു, അതെങ്കിലും നമുക്ക് മുതലാവണമല്ലോ. അതായിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട് പോയി. അപ്പം ഇതെൻ്റെ കസിൻ്റെ ഷോപ്പാണ്. അവളെൻ്റെ വ്ളോഗ് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ, ഫാൻസിൻ്റെയൊക്കെ ഒരു കാര്യം. അതായിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഇന്ന് ബിസി ഡേ ഇൻ മൈ ലൈഫ് തന്നെ ടൈറ്റിൽ കൊടുക്കാൻ കാരണം. ഇന്നൊരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങി. നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ച ജാറാണ് കേട്ടോ ഈ സൈഡിലിരിക്കുന്നത്. അതിനകത്ത് ചുമ്മാ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് കുടിക്കുകയാണ്. നമുക്ക് 150 രൂപ മുതലാക്കണമല്ലോ. ഏത് നമ്മുടെ വെട്ടം സിനിമയിൽ 150 രൂപ അല്ല 1080 രൂപ 25 പൈസ എന്നൊക്കെ പറയും പോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചിക്കൻ ഫ്രൈയും ചീരയും ചോറൊക്കെയായിരുന്നു നമുക്ക് നൈറ്റ് കഴിക്കാനാണെങ്കിലും രാവിലെ കഴിക്കാനാണെങ്കിലും എനിക്ക് എപ്പോഴും
എന്തെങ്കിലും കണ്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ പ്ലേ ചെയ്ത് നമ്മുടെ കാശ്മീരിലെ ഇഷ്യൂ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ആളുടെ വീഡിയോ ആണ് കാണുന്നത്. ഈ ആളുടെ വീഡിയോ ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ, നമുക്ക് ഭയങ്കര നോളജ് കിട്ടും. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്, കിടന്നുറങ്ങാനായിട്ട് പോയി. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.